നമസ്കാരം. ഫണ്ട് എടുത്തൊരു 60 പുതിയ ഇതിലേക്ക് സ്വാഗതം. മാത്യു. ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു സ്റ്റോക്കിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഏകദേശം ഒരു 2 വർഷം മുമ്പ് നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അതിൻ്റെ വില ഏകദേശം ഒരു 400 ആ ഒരു വില നിലവാരത്തിലൊക്കെ ആയിരുന്നു, ഏകദേശം 2022 അവസാനം കാലങ്ങളിൽ. ഇപ്പോൾ അതിൻ്റെ വില ഏകദേശം 1600 രൂപയുടെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ അന്ന് പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മൾ 2022 അവസാന കാലഘട്ടങ്ങളിൽ 2023 ആദ്യമോ 2022 അവസാനമോ നമ്മളിത് റെക്കമെൻഡ് ചെയ്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഒരു ഓൺഗോയിങ്, അതായത് പൈപ്പ് ലൈനിലുള്ള പ്രോജക്ട്സ് ഒത്തിരിയേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോജക്റ്റുകളൊക്കെ അടുത്ത 1-2 വർഷത്തിനുള്ളിൽ, പ്രത്യേകിച്ച് ബ്ലാക്ക് റോക്കും ആയിട്ടുള്ള ഒരു ഡീലിൻ്റെ മുകളിൽ ഏകദേശം 900 ചില്ലാനം മില്യൺ സ്ക്വയർ ഫീറ്റ് ബ്ലാക്ക് റോക്ക് ഔട്ട്റൈറ്റായിട്ട് ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോജക്റ്റിൻ്റെ. അപ്പോൾ അതിൻ്റെ അകത്ത് 900 ചില്ലാനത്തിൻ്റെ അകത്ത് അടുത്ത ഒരു 1-1.5 വർഷത്തിനുള്ളിൽ ഏകദേശം 600 ചില്ലറ മില്യൺ സ്ക്വയർ ഫീറ്റ് ബ്ലാക്ക് റോക്കിന് കൈമാറും എന്നാണ് കരുതപ്പെട്ടിരുന്നത്. അത് റിസൾട്ട്സിലും പ്രതിഫലിക്കും, ബുക്സ് കുറച്ചും കൂടി ബെറ്റർ ആവും എന്നുള്ള രീതിയിലാണ്. പ്രതീക്ഷിച്ച പോലെ തന്നെ അത് സംഭവിച്ചു. ഏകദേശം 4 ഇരട്ടിയോളം സ്റ്റോക്ക് വാല്യൂ മുമ്പോട്ട് പോയി. മാർക്കറ്റും പോസിറ്റീവായിരുന്നു, അതുകൊണ്ടാണ് സംഭവിച്ചത്. അപ്പോൾ ബ്ലാക്ക് റോക്കുമായിട്ടുള്ള ഔട്ട്റൈറ്റ് ഡീൽസിൻ്റെ ഏകദേശം ഒരു 75% കഴിഞ്ഞു. ബാക്കിയുള്ള ഏകദേശം 25% മാത്രമേ ഇനിയിപ്പം കളക്ഷൻസ് റിയലൈസ് ചെയ്യാനുള്ളൂ. പക്ഷേ ഈ ഒരു പരിസ്ഥിതിയിൽ വീണ്ടും നമ്മൾ ഈ ഒരു പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സിനെ നോക്കിക്കാണുന്നത് ഒരു പോസിറ്റീവായിട്ടൊരു ഔട്ട്ലുക്കോട് കൂടിയിട്ടാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല, ബാക്കിയുള്ള പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷനും അതേപോലെ തന്നെ മറ്റുള്ള ചില വലിയ പ്രോജക്റ്റുകൾ പൈപ്പ് ലൈനിൽ ഇരിക്കുന്നത് കൊണ്ട് കൂടിയാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ നമ്പേഴ്സിലേക്ക് ഒന്ന് ചെന്ന് നോക്കാം. സാധാരണ റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ നിന്നും വലിയ വിഭിന്നമല്ലാത്ത നമ്പേഴ്സൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. PE ഏകദേശം 36, ROC 10, ROE 7. മാനുഫാക്ചറിങ് കമ്പനിയെ പോലെ വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള ROE, ROC വാല്യൂസ് ഒന്നും നമുക്ക് സാധാരണ രീതിയിൽ വളരെയധികം ക്യാഷ് റൺ ചെയ്യുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ച് കാണാൻ കഴിയാറില്ല. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. നമ്മുടെ ബുക്ക് വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 5 ഇരട്ടിയോളം ആണ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ്. പലപ്പോഴും ഈ ഒരു മാർക്കറ്റിൽ അത് ഓവർ പ്രൈസ്ഡ് ആണ് എന്ന് കരുതപ്പെട്ടേക്കാം. പക്ഷേ എങ്കിൽ പോലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു റിയൽ എസ്റ്റേറ്റ് സെക്ടറിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ DLFO അല്ലെങ്കിൽ നമ്മുടെ ഗോദ്രേജ് പ്രോപ്പർട്ടി ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇതിനെ കമ്പയർ ചെയ്യുമ്പം ഒരു താരതമ്യേന ചുരുങ്ങിയ PE ആണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂം കമ്പാരറ്റീവ്ലി ബെറ്റർ ആയിട്ടാണ് തോന്നുന്നത്. നമ്മൾ P&L സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, കഴിഞ്ഞ 5 വർഷമായിട്ട് ഏകദേശം 25%-ഓളമുള്ള ഒരു സെയിൽസ് ഇൻക്രീസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സ്പെൻസും അതുപോലെ തന്നെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്രമാനുഗതമായിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. വിഭിന്നമായി നമുക്ക് കാണാൻ കഴിയുന്നത് 2019 അവസാനങ്ങളിലോ 2020 ഉള്ള ഒരു മാറ്റം മാത്രമാണ്. അതുപോലെ സ്റ്റഡി ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് മറ്റുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ കൺവിൻസിംഗ് ആയിട്ട് പാറ്റും ഇൻക്രീസ് ചെയ്തു വരുന്നുണ്ട്. പിന്നെ വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണുള്ളത്. അപ്പോൾ റേഷ്യോസും നമ്പേഴ്സും ഒക്കെ നമുക്ക് വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള, അതായത് വളരെ തൃപ്തികരമായിട്ടുള്ളൊരു നമ്പേഴ്സൊക്കെയാണ് നമുക്ക് തരുന്നത്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ദീർഘകാല നിക്ഷേപം എന്ന രീതിയിൽ എന്തുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു അവസരത്തിൽ നമ്മൾ വീണ്ടും നിർദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പുതിയ ഗവൺമെൻറ്, അതിപ്പോൾ ഏത് ഗവൺമെൻറ്റും ആകട്ടെ, ഏത് ഗവൺമെൻറ്റോ വന്നോട്ടെ, അപ്പോൾ നമ്മൾ വരാനിരിക്കുന്ന ഗവൺമെൻറ്റുകളുടെ, അതായത് പാർട്ടികളുടെയൊക്കെ നമ്മൾ പ്രകടന പത്രികകൾ എടുത്തു നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം അഫോർഡബിൾ ഹൗസിംഗ് എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റാണ്. അതായത് സാധാരണക്കാർക്ക് താങ്ങാനാകുന്ന രീതിയിലുള്ള ഭവനങ്ങൾ. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ അകത്തേക്ക് സാധാരണ പ്രസ്റ്റീജ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു അപ്പർ ക്ലാസ്സിലുള്ളവരുടെ ഒരു ഹൗസിംഗ് സ്കീമായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് വിഭിന്നമായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ, പ്രത്യേകിച്ച് ബ്ലാക്ക് റോക്കിൻ്റെ കളക്ഷൻസ് റിയലൈസ് ചെയ്തതിന് ശേഷം ഒരു അഫോർഡബിൾ ഹൗസിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്കും കൂടി പ്രസ്റ്റീജ് ഇറങ്ങാൻ തീരുമാനിച്ചു. അതിൻ്റെ പ്രാരംഭ നടപടികൾ പല 3ാം തരത്തിലുള്ള സിറ്റികളിൽ ആരംഭിച്ചു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കൊച്ചി ഉൾപ്പെടെ. അപ്പോൾ അടുത്തൊരു ഗവൺമെൻറ് വരുമ്പം പ്രത്യേകിച്ച് അഫോർഡബിൾ ഹൗസിങ്ങിലേക്ക്, സാധാരണക്കാർക്ക് താങ്ങാനാകുന്ന ഒരു ഭവന പദ്ധതികളിലേക്ക് ഗവൺമെൻറ് കൂടുതൽ ഫണ്ട് ചെലുത്തുന്നതിൻ്റെ ഒരു പ്രയോജനം ഈ ഒരു പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സിന് ലഭിച്ചേക്കാം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് HDFCയുടെ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് പ്രസ്റ്റീജ് സ്മാർട്ട് സിറ്റി ഒരു സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹൗസിംഗ് ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ബാംഗ്ലൂർ കൂടാതെ ചണ്ഡീഗഡ് അല്ലെങ്കിൽ മൈസൂർ, കൊച്ചി, അമൃത്സർ, ഭുവനേശ്വർ ഇങ്ങനെയുള്ള സിറ്റികളിലേക്കും കൂടെ ഓപ്പറേഷൻസ് വ്യാപിക്കാനും പ്രസ്റ്റീജിൻ്റെ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, കുറേ വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 15 വർഷത്തിലേറെയായിട്ട് കിടക്കുന്ന പല പ്രോപ്പർട്ടികളും
ഈ ഭുവനേശ്വർ ഉൾപ്പെടെ ഉള്ളിടത്ത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തു. അപ്പോൾ അടുത്ത ഒരു 1-2 വർഷത്തിനുള്ളിൽ ഈ പറഞ്ഞതുപോലെ അതെല്ലാം ഓപ്പറേഷണൽ ആകുന്നുള്ളതല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു ദീർഘകാല നിക്ഷേപം എന്ന രീതിയിൽ ഇതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ്സ് ഒരു 1-2 വർഷത്തിനുള്ളിൽ ബെനിഫിറ്റ് ലഭിക്കും എന്നുള്ളത് താരതമ്യേന ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊരു പുതിയ സെക്ടറിൻ്റെ അകത്തേക്ക് പ്രസ്റ്റീജ് വളരെ അഗ്രസീവായിട്ട് ഇറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റിയാണ്. നമുക്കറിയുന്ന പോലെ തന്നെ ടൂറിസം ഇന്ത്യയിലെ ഒരു ഭാവിയായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വലിയ സിറ്റീസിൻ്റെ അകത്തോ ടൂറിസവും അതേപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സും മുമ്പോട്ട് നോക്കിക്കാണുന്ന കുറച്ച് മേഖലകളാണ്. കാരണം ഇന്ത്യയുടെ ബിസിനസ് വളർന്നു വരികയാണ്. അപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ റൂംസിനുള്ള വളരെയധികം ആവശ്യകത ഏറി വരും. അപ്പോൾ ബിസിനസ് ക്ലാസ് ഹോട്ടൽസാണ് പ്രധാനമായിട്ടും പ്രസ്റ്റീജ് കണ്ണുവയ്ക്കുന്നത്. സാധാരണ രീതിയിലുള്ള ടൂറിസം റിസോർട്ടുകളുടെ ഒരു ഇത് വളരെ കുറവാണ്. പക്ഷേ എങ്കിൽ പോലും ടൂറിസം റിസോർട്ടുകൾ പ്രസ്റ്റീജിൻ്റെ എന്താ പറയുക ഡെവലപ്പ് ചെയ്യാതെ കിടക്കുന്ന ചില പ്രോപ്പർട്ടികളായിട്ടുള്ള ഉടുപ്പിയിലുമൊക്കെ കിടക്കുന്ന പ്രോപ്പർട്ടികൾ അവയെല്ലാം ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സാധ്യത നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ്റ്റീജ് ലീസിനെടുത്തിട്ട് റീറ്റെയിൽ റെൻ്റ് ഔട്ട് ചെയ്യുന്ന കൊമേഴ്ഷ്യൽ സ്പേസുകൾ. അതൊരു പുതിയൊരു വെഞ്ചറാണ്. ഇന്ത്യയിൽ തന്നെ പുതുതായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ബിസിനസ് സ്ട്രാറ്റജിയാണ്. അത് എത്രത്തോളം വർക്കൗട്ട് ചെയ്യുമെന്നുള്ളത് കണ്ടറിയണം. പക്ഷേ അത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 40 മുതൽ 45% വരെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻസ് അതിൻ്റെ അന്ന് റിയലൈസ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു സത്യത്തോടെ നിലനിൽക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഈ കാരണങ്ങളൊക്കെ തന്നെയാണ് സത്യത്തിൽ പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സിനെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു സാധ്യതയുള്ള സ്റ്റോക്കായിട്ട് നമ്മൾ മുൻകൂട്ടി കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം റിസ്ക് അനാലിസിസ് നിങ്ങൾ നടത്തുക. എന്തുമാത്രം നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കുക. കൂടാതെ ഓൾറെഡി നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ, റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റിൻ്റെ അകത്ത് മറ്റു ചില കമ്പനികൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് ഗോദ്രേജോ അല്ലെങ്കിൽ നമ്മുടെ DLF ഇങ്ങനെയുള്ള ഇതിൻ്റെ അകത്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഓബറോയ് ഇതിൻ്റെ അകത്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ, ശോഭ ഇതിനകത്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പുതിയൊരു സെഗ്മെൻറ്റിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കുക. കാരണം ഏതെങ്കിലും നല്ലതാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒറ്റ സെഗ്മെൻറ്റിൻ്റെ അകത്ത് മാത്രം ഒരു അൺഈവനായിട്ടുള്ള ഒരു പ്രപ്പോർഷൻ ഒരു സെഗ്മെൻറ്റിൽ മാത്രമായിട്ട് അക്യുമുലേറ്റ് ചെയ്ത് പോകുന്നത് പലപ്പോഴും നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റിനെ ബാധിക്കും. ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളിപ്പോൾ 2 മാസം കൊണ്ട് സെല്ല് ചെയ്യണം ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ എത്രത്തോളം ബെനിഫിറ്റ് ലഭിക്കുമെന്ന് അറിഞ്ഞുകൂടാ. പ്രത്യേകിച്ച് മാർക്കറ്റ് പലപ്പോഴും മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കൂടിയും അൾട്ടിമേറ്റ് സെൻറ്റിമെൻറ്റ് എന്ന് പറയുന്നത് അത്ര പോസിറ്റീവ് അല്ല എന്നൊരു കാര്യം അവിടെ നിലനിൽക്കുന്നു. കൂടാതെ നമ്മുടെ ഇലക്ഷനെ വളരെയധികം ബന്ധിപ്പിച്ചിട്ടാണ് നമ്മുടെ മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇലക്ഷനിൽ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്ന ഒരു ഔട്ട്കം വന്നാൽ പോലും താൽക്കാലികമായി മുകളിലേക്ക് പോയെങ്കിൽ പോലും അതിനുശേഷം ഒരു കറക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു നിക്ഷേപ തീരുമാനം എടുക്കുക. അതേസമയം തന്നെ നിങ്ങളുടെ നിക്ഷേപം ഒരു 2 വർഷത്തിന് മുകളിൽ നിക്ഷേപിക്കാനാണ് ഉദ്ദേശമെങ്കിൽ പ്രസ്റ്റീജ് എന്തുകൊണ്ടും വലിയൊരു റിസ്ക് ഇല്ലാത്ത ഒരു മോഡറേറ്റ് ടു ലോ റിസ്ക് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. ഇവ നിങ്ങൾക്ക് കണ്ണുവയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതോട് ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റേ അധ്യായത്തിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.